1.5 കപ്പ് ഗോതമ്പ് പൊടിയും 3/4 കപ്പ് തേങ്ങയും 1/2 കപ്പ് അവിലും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് അത്യാവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ആയതിനു ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ നമ്മൾ കട്ടിക്ക് തന്നെ അരച്ചെടുക്കണം. അരച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ചിലപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മൾ ഒന്നും കൂടി കുറുകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുത്ത് ആവശ്യത്തിന് ലൂസായതിനു ശേഷം നല്ല ചൂടായ പാനിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അധികം ചുറ്റിച്ച് കൊടുക്കണ്ട, ചെറുതായിട്ട് തന്നെ. അപ്പോൾ അതിൽ കുമിളകൾ വരുന്ന സമയത്ത് നമുക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ച് വെച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ട് കുക്കാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ ഗോതമ്പ് ദോശ റെഡി. അപ്പോൾ ഇതിൽ എണ്ണ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെയും ചുട്ടെടുക്കാം. എണ്ണേൻ്റെ ആവശ്യമില്ല. ഞാനൊരു ജസ്റ്റ് ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഓയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് ദോശ റെഡി ആയിട്ട്.